പണ്ടത്തെ രാജാക്കന്മാരായിരുന്ന MA കോളേജും NSS കോളേജും SCTയും RITയും ഇന്ന് എവിടെ പോയി? അപ്പോൾ ടോപ്പ് 5 ബാക്കിയുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ എവിടെ എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ. സംസ്ഥാനത്തെ തലസ്ഥാനമായ തിരുവനന്തപുരം, കൊല്ലം ആ മേഖലയിലെ കോളേജുകളൊന്നും ടോപ്പ് 5 ഇല്ല. കേരളത്തിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടെത്തുന്നതിന് മനസ്സിലാക്കുന്നതിനുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് ഫ്രെയിംവർക്ക് KIRF 2025 റാങ്കിംഗ് പുറത്തു വന്നിട്ടുണ്ട്. 2024 2 വർഷമായിട്ട് ഈ റാങ്കിങ് നിലവിലുണ്ട്. മിനിസ്റ്റർ ആർ ബിന്ദു ഈ അടുത്തിടയ്ക്കാണ് ഈ റാങ്കിങ് പുറത്തുവിട്ടത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കണം, പേരൻസും നന്നായിട്ടൊന്ന് മനസ്സിലാക്കണമെന്ന് എനിക്കൊന്ന് ആഗ്രഹമുണ്ട്. ആദ്യമേ തന്നെ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ഈ റാങ്കിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കോളേജുകളുടെ റാങ്കിങ് ഇങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് NIRF എന്നൊരു ഫ്രെയിംവർക്ക് ഓൾറെഡി ഉണ്ട്. ആ ഫ്രെയിംവർക്കിലെ പോയിൻറ്റ്സ് തന്നെയാണ് പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. എന്നാലും കീ ആയിട്ടുള്ളൊരു 5 എലമെൻറ്റ്സാണ് റാങ്കിങ്ങിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. ഈ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസിൻ്റെ ഒരു അവൈലബിലിറ്റി, ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണോ, അവരുടെ എക്സ്പീരിയൻസ്, പബ്ലിഷ് ചെയ്യുന്ന ജേർണലിൻ്റെ എണ്ണം, ടീച്ചർ സ്റ്റുഡൻസ് റേഷ്യോ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫാക്കൽറ്റിയുടെ ഒരു കമ്പീറ്റൻസ് എന്ന് നമുക്ക് അനുമാനിക്കാം. രണ്ടാമതൊരു കാര്യം, നോളജ് ഡിസിമേഷൻ ആൻഡ് റിസർച്ച് എക്സലൻസ്. എത്രമാത്രം റിസർച്ചിന്, ഗവേഷണത്തിന് ഒരു പ്രാമുഖ്യം ഈ സ്ഥാപനം കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. 3, ഗ്രാജുവേഷൻ ഔട്ട്കം. വെറുതെ ഒരു ഗ്രാജുവേഷനോ ഡിഗ്രിയോ കൊടുത്താൽ പോരല്ലോ, അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു, അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനുള്ള ഔട്ട്കം എന്തായിരുന്നു, നിങ്ങൾ പ്ലേസ്മെൻറ്റ് ആൻഡ് ഹയർ സ്റ്റഡീസിനുള്ള ഔട്ട്കം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് ഇതിനകത്ത് മാപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പലപ്പോഴും പലരും ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുന്നത് മാത്രമേ നമ്മൾ അറിയാറുള്ളൂ, തിരിച്ചിറങ്ങിയൊന്നും അന്വേഷിക്കാറില്ലല്ലോ. അതേപോലെ ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, ഒരു ക്യാമ്പസിന് ഡൈവേഴ്സിഫിക്കേഷൻ എന്താണ്, ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് എന്താണ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്കുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, ഇതെല്ലാം ആണ് 4ാമത്തെ പാരാമീറ്റർ. 5ാമത്തെ പാരാമീറ്റർ സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് ഔട്ട്ലുക്ക്, വിച്ച് കാറ്റേഴ്സ് ടു ഓൺടർപ്രണർഷിപ്പ്, ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻസ്, റാങ്കിങ്സ്, എക്സെട്ര എക്സെട്ര. അപ്പോൾ ഈ ഒരു 5 പാരാമീറ്റേഴ്സാണ് ബേസിക്കലി റാങ്കിങ്ങിനായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പല കാറ്റഗറിയിലുള്ള റാങ്കിങ് നമുക്കൊന്ന് നോക്കാം. ചിലത് വളരെ സർപ്രൈസിങ് ആണ് താനും. ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ നോക്കേണ്ടത് എൻജിനീയറിംഗ് ആണ്. നമുക്ക് ഒന്ന് നോക്കാൻ പറ്റുക. എൻജിനീയറിംഗ് നോക്കുമ്പോൾ അതായത് ഈ റാങ്കിങ് ശ്രദ്ധിക്കണം. യൂണിവേഴ്സിറ്റി റാങ്കിങ് ഉണ്ട്, കോളേജ് റാങ്കിങ് ഉണ്ട്, പിന്നെ എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ്, നേഴ്സിംഗ്, പാരാമെഡിക്കൽ, ഇതുകൂടാതെ അഗ്രികൾച്ചർ, അറിയൽ സയൻസ്, ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഈ റാങ്കിങ് വന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതും കൂടെയാണ്, എൻജിനീയറിംഗ് റാങ്കിങ്സ് ആണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇതിൽ നമ്പർ 1 ആസ് ഓൾവേസ് CET ട്രിവാൻഡ്രം. അത് നോ ഡൗട്ട് CET ട്രിവാൻഡ്രം നമ്പർ 1. അന്നും ഇന്നും എന്നും എക്കാലത്തും കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ട്രിവാൻഡ്രം നമ്പർ 1. നമ്പർ 2 TKM കൊല്ലം. അത് നമ്മൾ പഠിക്കുന്ന കാലത്തും ഒരു 10-15 വർഷം മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. 3 എന്നെ അതിശയിപ്പിക്കുന്ന ഒരു പ്രൈവറ്റ് മൈനോറിറ്റി സ്ഥാപനമായ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് രാജഗിരിയാണ് നമ്പർ 3. നമ്പർ 4 ഞാൻ പഠിച്ച സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനമായ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കോട്ടയം. 5 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. അപ്പോൾ ടോപ്പ് 5 CET TKM കഴിഞ്ഞാൽ ടോപ്പ് 5 3rd 4th സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നുള്ളതാണ് എഞ്ചിനീയറിംഗ് മേഖലയിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. അപ്പോൾ ടോപ്പ് 5 ബാക്കിയുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ എവിടെ എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ. പണ്ടത്തെ രാജാക്കന്മാരായിരുന്ന MA കോളേജും NSS കോളേജും SCTയും RITയും ഇന്ന് എവിടെ പോയി? എന്തേ ഇവിടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എവിടെ പോയി? എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഫെസിലിറ്റീസിൻ്റെ അഭാവം വളരെ കാര്യമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ് ഉണ്ടാകാം. ഫാക്കൽറ്റി പലതും കോൺട്രാക്റ്റഡ് ഫാക്കൽറ്റിയോ അല്ലെങ്കിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയിലേക്കോ മാറുന്നതുകൊണ്ടായിരിക്കാം. ഇതെല്ലാം ഈ റാങ്കിങ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പക്ഷേ എന്നാലും ഗവൺമെൻറ് കോളേജുകളുടെ ടോപ്പ് 5 ഗവൺമെൻറ് കോളേജുകൾ ഇല്ലാത്തൊരവസ്ഥ അതിഭീകരമല്ലേ എന്നുള്ളതാണ് ചോദ്യം. 2, രാജഗിരിയും അമൽ ജ്യോതിയെയും ഞാൻ അഡ്മയർ ചെയ്യുന്നതിനൊപ്പം ഇവരുടെ ഒരു വളർച്ച അസൂയാവഹമാണ്, ശ്ലാഘനീയമാണ്, അഭിനന്ദിക്കേണ്ടതാണ്. എന്നിരുന്നാൽ തന്നെ
ഈ കോളേജുകളുടെ പ്ലേസ്മെൻറ്റ് ബാക്കി ഗവൺമെൻറ് കോളേജുകളുടെ പ്ലേസ്മെൻ്റ് ആയിട്ടും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു ഡിസിഷനിൽ എത്താൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗവൺമെൻറ് കോളേജിലില്ലാത്തത് വളരെ 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 ഒരു എന്താ പറയുന്ന ഒരു ഐ ഓപ്പണറാണ് എന്നാണ് ഈ എഞ്ചിനീയറിംഗ് റാങ്കിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. അടുത്ത റാങ്കിങ് ബേസിക്കലി വരുന്നത് മാനേജ്മെൻറ്റിലാണ്. അവിടെയും നമ്മളെ ചിന്തിപ്പിക്കുന്ന 2-3 പോയിന്റ്സ് ഈ മാനേജ്മെൻറ്റ് റാങ്കിങ്ങിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 1 അവിടെയും രാജഗിരിയാണ്. രാജഗിരി ബിസിനസ് സ്കൂളാണ്. എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗിലും മാനേജ്മെൻറ്റിലും രാജഗിരിയാണ് നമ്പർ 1. കോളേജ് ലിസ്റ്റിൽ രാജഗിരിയാണ് നമ്പർ 1. രാജഗിരിയുടെ ക്വാളിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയോ ഫെസിലിറ്റീസിനെ പറ്റിയോ ഒന്നും നമ്മൾ കമൻറ്റ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. നമ്പർ 2 കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിങ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇതാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു റാങ്കിങ്. ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേഷൻ ബാങ്കിങ് നമ്പർ 2 അതിൽ അതിശയിപ്പിക്കുന്ന ഒരു റാങ്കിങ് തന്നെയാണ്. നമ്പർ 3 ലീഡ് കോളേജ് പാലക്കാട്, തൊമ്മൻ എന്നറിയപ്പെടുന്ന തോമസ് സാറ് ലീഡ് ചെയ്യുന്ന ലീഡ് കോളേജ്. വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കോളേജും കൂടിയാണ്. അവരാണ് നമ്പർ 3. നമ്പർ 4 TKM കൊല്ലം ആസ് ഓൾവേസ്. നമ്പർ 5 ഒരു ന്യൂ എൻട്രൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് തന്നെ ഒരു 5-6 ഇയേഴ്സേ ആയിട്ടുള്ളൂ. ഞാൻ അവിടുത്തെ ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റി കൂടിയാണ്. സഹൃദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസാണ് നമ്പർ 5. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബേസിക്കലി ഈ ഒരു മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ടോപ്പ് 5 2 കോളേജുകൾ തൃശ്ശൂരിൽ നിന്നാണ്, ഒരു കോളേജ് പാലക്കാട്. ഇതുവരെ സെൻട്രൽ കേരളയിൽ ഇത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സെൻട്രൽ കേരള ഹാസ് ബിക്കം ലൈക്ക് ഇപ്പോൾ എറണാകുളം തൃശ്ശൂരും കൂടി കൂടിയാൽ ടോപ്പ് 5 4 കോളേജസും എറണാകുളത്തും തൃശ്ശൂരിൽ നിന്നുമാണ്. അപ്പോൾ സെൻട്രൽ കേരള ഹാസ് ബിക്കം എ ഹബ് ഓഫ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ. കൊച്ചി കൊമേഴ്ഷ്യൽ ഹബ്ബ് കൂടി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് നോർത്ത് കേരളയിലെ വേറൊരു കോളേജുകളും ആ ഭാഗത്തേ ഇല്ല. സോ ഇതെല്ലാം ഒരു ജിയോഗ്രഫിക്കൽ എന്താ പറയുന്ന ഒരു ഇമ്പോർട്ടൻസും കൂടെ കേരളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എഗെയിൻ സർക്കാർ കോളേജുകൾ ഈ പരിസരത്ത് പോലും ഇല്ല. ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻറ്റ് കോളേജ് കഴിഞ്ഞാൽ വേറെ ഒരു സർക്കാർ കോളേജും ഈ വഴിക്കൊന്നും പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ MBA ഈ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്നും 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം ചിന്തിക്കുക. കാരണം ഇത് കഴിഞ്ഞിട്ട് എന്താവണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ളതിലൊക്കെ ഈ കോളേജുകളുടെ ഒരു ഇമ്പോർട്ടൻസ് വളരെ 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 വലുതാണ്. ഇനി അടുത്ത ഒരു റാങ്കിങ്ങിൽ എനിക്ക് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കോളേജ് വൈസ് റാങ്കിങ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ നല്ല കോളേജുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ നമുക്ക് സഹായിക്കുന്നൊരു കാര്യം. നമ്പർ 1 രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്, നോ ഡൗട്ട്. നമ്പർ 2 സെൻറ്റ് തെരേസാസ് എറണാകുളം. നമ്പർ 3 വിമല കോളേജ് കൊച്ചിൻ. നമ്പർ 4 സെൻറ്റ് തോമസ് തൃശ്ശൂർ. 5 ഫറൂഖ് കോളേജ്. ഇതാണ് ടോപ്പ് 5. ഇതിനകത്ത് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ല. ഈ കോളേജസ് ഓൾറെഡി വളരെ നല്ലതാണ്. അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഫാക്കൽറ്റി, അലുമിനായി, ആ കോളേജുകളിൽ കുട്ടികളുടെ ഔട്ട്കം, ഇതെല്ലാം വളരെ മനോഹരമാണ്. ഇതിനകത്ത് അത്ഭുതപ്പെടുന്ന യാതൊന്നും തന്നെ ഇല്ല. ഇവിടെ നോക്കിയാലും ഈ കോളേജുകൾ നല്ല കോളേജ് സെൻട്രൽ കേരളയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനസ്സിലായി. എക്സെപ്റ്റ് ദ ഫറൂഖ് കോളേജ് ടോപ്പ് 5. ഓൾ ദ ടോപ്പ് 4 ആരുടെ ഐദർ തൃശ്ശൂർ എറണാകുളം. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം, കൊല്ലം ആ മേഖലയിലെ കോളേജുകളൊന്നും ടോപ്പ് 5 ഇല്ല. എഗെയിൻ നമ്മുടെ നോർത്തേൺ കേരളയിലുള്ള കോളേജുകളിലൊന്നും ടോപ്പ് 5 ഇല്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതും അല്ലെങ്കിൽ സർക്കാർ കോളേജുകളിൽ ടോപ്പ് 5 ഇല്ലാത്തത് എന്താണ് ഈ കോളേജുകളിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റ സർക്കാർ കോളേജ് പോലും ഈ ടോപ്പ് 5 കോളേജ് ലിസ്റ്റിലില്ല. ഈ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ ഡോക്ടർ ബിന്ദു ഈ റാങ്കിങ് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ തന്നെ ഇത് സർക്കാർ നേരെയുള്ള ഒരു തുറന്ന പുസ്തകമല്ലേ? ടോപ്പ് 5 കാരണം ഗവൺമെൻറ് കോളേജുകളാണ് ഏറ്റവും മികച്ച അധ്യാപകരുള്ളത്. ഈ ഗവൺമെൻറ് കോളേജിലാണ് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ ചെല്ലുന്നത്. എന്തുകൊണ്ട് മികച്ച 5 കോളേജുകളിൽ ഒരു കോളേജ് പോലും ഗവൺമെൻറ് കോളേജ് ഇല്ല? ഇവിടെ നടക്കുന്ന ഈ സമരവും അടിപിടിയും കത്തിക്കുത്തും മാത്രമാണോ? വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഇത് കഴിഞ്ഞാൽ വിൽ അഗെയിൻ ഗോ ബാക്ക് ടു റാങ്കിങ്. ഇൻ ദാറ്റ് റാങ്കിങ് വിൽ ജസ്റ്റ് സീ ഫാർമസിയിൽ ടു ബി ഓണസ്റ്റ് എനിക്ക് ഫാർമസി മേഖലയെ പറ്റി അത്ര ഒരു
ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഇല്ല. നിർമ്മല കോളേജ് ഓഫ് ഫാർമസി മൂവാറ്റുപുഴ നമ്പർ 1, നെഹ്റു കോളേജ് നമ്പർ 2, അൽ ഷിഫ നമ്പർ 3, ജാമിയ സലാഫിയ മലപ്പുറം നമ്പർ 4, നമ്പർ 5 ഇടുക്കി. ജിയോഗ്രഫിക്കലി മലപ്പുറമാണ് ഇത് ലീഡ് ചെയ്യുന്നത്. കാരണം ടോപ്പ് 5-ലെ 2 കോളേജസും മലപ്പുറത്തു നിന്നാണ്. ഒന്ന് എറണാകുളം, ഒന്ന് തൃശ്ശൂർ, ഒന്ന് ഇടുക്കി. ടു ബി ഓണസ്റ്റ് എനിക്ക് ഈ കോളേജിനെ പറ്റി വലിയ അറിവില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് നമുക്ക് വി ക്യാൻ ഹാവ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ. നൗ അത് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നേഴ്സിംഗ് ആണ്. കാരണം നേഴ്സിംഗിൽ വെദർ ദ ക്വാളിറ്റി ഓഫ് ദ കോളേജ് റിയലി അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് കാൻഡിഡേറ്റ്സ്, ഐ എം നോട്ട് ഏബിൾ ടു കമൻറ്റ് ഓൺ ഇറ്റ്. കാരണം നേഴ്സിംഗ് പഠിക്കുന്നത് പലരും വിദേശത്തേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണല്ലോ നേഴ്സിംഗ് പഠിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ മിംസ് മലപ്പുറം വെരി ഇൻട്രസ്റ്റിംഗ്, റാങ്ക് നമ്പർ 1. കേരളത്തിലെ ഏറ്റവും മികച്ച നേഴ്സിംഗ് കോളേജായിട്ട് കിർഫ് റാങ്കിങ്ങിൽ വന്നിരിക്കുന്നത് മിംസ് മലപ്പുറമാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. നമ്പർ 2 പി.കെ. ദാസ് കോളേജ് പാലക്കാട്, വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ ഒരു പ്രസക്തിയും കൂടെ. ടോപ്പ് 5-ലെ 2 കോളേജുകൾ ഗവൺമെൻറ് കോളേജുകളാണ്. ഒന്ന് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, നമ്പർ 6 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. പിന്നെ ടോപ്പ് 5-ലെ ടോപ്പ് 6-ലെ 2 കോളേജിൽ ഗവൺമെൻറ് കോളേജുകൾ തന്നെയുണ്ട് ഇതിനകത്ത്. പക്ഷേ ബാക്കിയെല്ലാം പ്രൈവറ്റ് കോളേജസ് ആണ്. മിംസ് പി.കെ. ദാസ്, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, ബേബി മെമ്മോറിയൽ കോഴിക്കോട്, അൽ ഷിഫ മലപ്പുറം. ഇതാണ് ഇതിൻ്റെ ഒരു റാങ്കിങ് വരുന്നത്. ഫൈനലി ഈ റാങ്കിങ്ങിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ടീച്ചർ എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ ആൻഡ് അലീഡ് സെക്ടറുണ്ട്. ടീച്ചർ എഡ്യൂക്കേഷനിൽ ഇവിടെയും ഫറൂഖ് കോഴിക്കോടാണ് നമ്പർ 1, സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ വുമൺ എറണാകുളം നമ്പർ 2, മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജ് ട്രിവാൻഡ്രം നമ്പർ 3, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ തൃശ്ശൂർ നമ്പർ 4, മൗണ്ട് കാർമൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ വുമൺ കോട്ടയം നമ്പർ 5. ഇതാണ് ടീച്ചർ എഡ്യൂക്കേഷനിലെ റാങ്കിങ്. ഐ ഡോണ്ട് ഹാവ് എനി കമൻറ്റ്സ് ഓൺ ദാറ്റ് ടു ബി ഓണസ്റ്റ്. ലാസ്റ്റ് റാങ്കിങ് ഈസ് ഓൺ ദി അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സർവീസസ്. ആൻഡ് ഈ റാങ്കിങ്ങിൽ ടോപ്പ് 5 കോളേജസ് എല്ലാം ഗവൺമെൻറ് കോളേജസ് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെൻറ് അഗ്രികൾച്ചർ കോളേജ് വെള്ളയാനി, ഗവൺമെൻറ് വെറ്ററിനറി സയൻസസ് വയനാട്, തൃശ്ശൂർ, മണ്ണൂത്തി, വെള്ളാനിക്കര. സോ ടോപ്പ് 5 colleges are all in government sector. Whether they are not considered, so predominant reason being this is like ഈ അഗ്രികൾച്ചർ കോഴ്സുകൾ നടത്തുന്ന പ്രൈവറ്റ് കോളേജുകൾ വളരെ കുറവാണെന്നുള്ളതുകൊണ്ടായിരിക്കാം. മാത്രമല്ല ഈ റാങ്കിങ്ങിൽ ഈ പാരാമീറ്റേഴ്സ് ഉള്ള അല്ലെങ്കിൽ പുതിയ കോളേജുകൾക്ക് ഈ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ലായിരിക്കാം. എനിവേ ഈ ഒരു അഗ്രികൾച്ചറിൽ ടോപ്പ് കോളേജ് എല്ലാം ഗവൺമെൻറ് ആണ്. അതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. സോ ഇതാണ് ഒരു ടോട്ടാലിറ്റിയിൽ ഈ റാങ്കിങ് ഫ്രെയിം വർക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് 2-3 കീ ടേക്ക് അവേഴ്സാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഗവൺമെൻറ് കോളേജുകൾ പലതും, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗിലും മാനേജ്മെൻറ്റ് സൈഡിലും മികച്ചു നിന്നിരുന്ന ഗവൺമെൻറ് കോളേജുകൾ പലതും ആ പരിസരത്ത് പോലും ഇല്ല. 2, നിങ്ങളൊരു +2 കഴിഞ്ഞ് കേരളത്തിലാണ് ഒരു ഉപരിപഠനം നടത്താൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതിലൂടെ ഒന്ന് പോകുന്നത് വളരെ നല്ലതായിരിക്കും. 3, ഈ റാങ്കിങ് ഫൈനലല്ല, ശാശ്വതമല്ല. പ്രത്യേകിച്ച് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അലുമിനി ആയിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ക്യാമ്പസ് ലൈഫിൻ്റെ കാര്യത്തിലും കൂടി ഒന്ന് അലുമിനി ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ഉചിതം.